നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ ചാനലാണ്. ഞാനിപ്പോൾ ജാതക കഥകൾ പറയുന്നു കേട്ടോ ഈ ചാനലിൽ കൂടെ. കഥകളുടെ അത്യധികം സാഗരം പോലെ ഇങ്ങനെ പരന്നു കിടക്കല്ലേ കഥകൾ. അതിലോരോ വിഭാഗമായിട്ട് ഞാൻ കുറച്ച് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിവസവും എന്ന പോലെ ഓരോ കഥകൾ പറഞ്ഞ് ഈ ചാനലിലേക്ക് ഇടുകയാണ്. ഈ ചാനൽ കേൾക്കണം കേട്ടോ, കഥകൾ കേൾക്കണം കേട്ടോ. ധർമ്മബോധമുള്ള കഥകളാണ് ഞാനിപ്പോൾ പറയുന്നത്. ബുദ്ധമതത്തിലെ ജാതക കഥകൾ. ചില കഥകൾ ഇത്തിരി വലുതാണ്, അപ്പം ഞാൻ ചിലപ്പോൾ 1-ാം ഭാഗം 2-ാം ഭാഗം എന്നൊക്കെ ആക്കും, അത്രേ ഉള്ളൂ. ഈ ചാനൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിക്കണം കേട്ടോ. കാരണം ഒരുപാട് എനിക്ക് പ്രായമൊക്കെ ഉണ്ട്. എൻ്റെ മോഹം കൊണ്ട്, എൻ്റെ ആ ദൃഢനിശ്ചയം കൊണ്ട് ഞാൻ ഈ ചാനലിൽ കഥ പറയുകയാണ്. എല്ലാവരും കഥകൾ കേൾക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവരെ കഥകൾ കേൾക്കാൻ പ്രേരിപ്പിക്കുക കൂടി വേണം. ഞാൻ മാലതി ബായി. കഥയിലേക്ക് കിടക്കാം. ഇന്നത്തെ കഥ ജാതക കഥകളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാതക കഥകളെല്ലാം തന്നെ ബുദ്ധമതത്തെയും പ്രകൃതിയെയും തമ്മിൽ ഇണക്കിക്കൊണ്ടുള്ള ധർമ്മബോധമുള്ള കഥകളാണ്. ബോധിസത്വൻ എന്ന പേരിൽ ബുദ്ധൻ്റെ തന്നെ ഒരു അംശാവതാരമായ ബോധിസത്വൻ പല പല അവതാരങ്ങളിലും, പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും മനുഷ്യരായിട്ടും രാജകുമാരനായിട്ടും സന്യാസിയായിട്ടും ഒക്കെ അവതാരമെടുക്കുന്നുണ്ട്. മിക്ക ജന്മങ്ങളും അദ്ദേഹത്തിൻ്റെ കാശി എന്ന് പറയുന്ന പുണ്യനഗരത്തിലാണ്. ഇദ്ദേഹം ഇപ്പോൾ കാശി ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവാണ് കേട്ടോ, ബ്രഹ്മദത്ത. ആ ബ്രഹ്മദത്ത മഹാരാജാവിൻ്റെ പുത്രനായിട്ട് രാജകൊട്ടാരത്തിൽ ജനിച്ചു. അദ്ദേഹം വളരെ സൗശീല്യമുള്ള കുട്ടി ജനിച്ചു. കുട്ടി വളരെ കാണുന്നവർക്കേ സന്തോഷം തോന്നുന്ന നല്ല സുന്ദരനായ കുസൃതിയായ മിടുക്കനായ ഒരു കുട്ടനായിട്ട് രാജകൊട്ടാരത്തിൽ അങ്ങനെ വളർന്നു. രാജാവും രാജ്യം കൂടിയിട്ട് 800 ബ്രാഹ്മണർക്ക് അന്നദാനം നൽകും കുഞ്ഞിൻ്റെ പിറന്നാൾ ദിവസം. ആ 800 ബ്രാഹ്മണർക്ക് അന്നദാനം കൊടുക്കുമ്പോൾ അവരോടൊക്കെ കൂട്ട് ഒരു തവണ 16 വയസ്സ് ആകുന്ന ആ പിറന്നാളിന് ഈ കുട്ടിയുടെ ഭാവിയെപ്പറ്റി കേൾക്കാൻ അവർ ആഗ്രഹിച്ചു. ബ്രാഹ്മണരെ കൊണ്ട് പ്രവചനം പറയിച്ചു. അതായത് ഭാവിയിൽ അദ്ദേഹം നല്ല രാജാവാകുമോ, തങ്ങളുടെ മകൻ നല്ല രാജാവാകുമോ, അതോ എന്തെങ്കിലും ദുഷ്ടബുദ്ധികളൊക്കെ വരുമോ, യുദ്ധത്തിനൊക്കെ പോവുമോ, ജയിക്കുമോ, പ്രജകളെ സ്നേഹിക്കുമോ, അതാണ് രാജാവിനെ ഏറ്റവും ആദ്യം അറിയേണ്ട കാര്യം. അങ്ങനെ ഈ ബ്രാഹ്മണരെല്ലാവരും കൂടെ ഒത്തുകൂടി 100 പേര് സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കഴിച്ചു, ദാനമൊക്കെ സ്വീകരിച്ചു. എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് രാജകുമാരൻ്റെ ജാതകം പരിശോധിച്ചു. ജാതകം എന്ന് പറയുന്നത് ഒരു രേഖയാണ് കേട്ടോ. ജനിക്കുന്ന സമയമനുസരിച്ച്, പ്രപഞ്ചത്തിലെ ഗ്രഹനിലമനുസരിച്ച്, ആ സമയത്ത് ജനിക്കുന്ന രാശികളൊക്കെ അനുസരിച്ച് കുട്ടിയുടെ ഭാവി ജീവിതത്തിൻ്റെ വരും കാലങ്ങളെ പറ്റി പ്രവചിക്കുന്ന ഒരു പ്രവചന സിദ്ധിയുള്ളവർ പ്രവചിക്കുന്ന കാര്യമാണ് ജാതകങ്ങൾ എന്ന് പറയുന്നത്. ഈ രാജകുമാരൻ്റെ ജാതകം നോക്കിയിട്ട് ബ്രാഹ്മണർ പ്രവചിച്ചത് എന്താണെന്നോ, ഈ കുട്ടിക്ക്, ഈ രാജകുമാരന് എല്ലാ ബുദ്ധിശക്തിയുണ്ട്, കീർത്തിമാനായി തീരും അദ്ദേഹത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ സർവകലാശാലയായ, പണ്ട് ഭാരതത്തിലെ സർവകലാശാലകളാണ് ബുദ്ധമതകാലത്ത്, നളന്ദ, തക്ഷശില, അതായത് ഇന്ന് പാകിസ്ഥാനിലാണ് ടാക്സില എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്താണ് പണ്ട് തക്ഷശില നിലകൊണ്ടിരുന്നത്. ആ തക്ഷശില സർവകലാശാലയിൽ പറഞ്ഞയച്ച് കുമാരനെ പഠിപ്പിക്കണം. അവിടെ നിന്ന് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരുമ്പോൾ അദ്ദേഹം 5 ആയുധങ്ങൾ സ്വായത്തമാക്കി കൊണ്ടുവരും. ആ 5 ആയുധങ്ങൾ കൊണ്ട് അദ്ദേഹം വളരെ പേരും പ്രശസ്തിയുള്ള രാജാവായി തീരും എന്നാണ് പ്രവചനം. അപ്പോൾ 5 ആയുധങ്ങൾ നേടിക്കൊണ്ടുവന്ന് തങ്ങളുടെ രാജ്യം ഭരിക്കാൻ പ്രാപ്തനായ രാജകുമാരനെ അന്ന് മുതൽക്ക് രാജാവും രാജ്യം കൂടി അദ്ദേഹത്തിൻ്റെ പേരങ്ങട് വിക്രമൻ അങ്ങാണ്ടായിരുന്നു പേര്. ആ പേരങ്ങട് മാറ്റി പഞ്ചായുധൻ എന്ന പേരായിരുന്നു. പഞ്ചായുധൻ, ഈ കഥയുടെ പേര് തന്നെ പഞ്ചായുധനും രോമമുഷ്ടിയും എന്നാണ്. രോമമുഷ്ടി ആ കാട്ടിൽ, ആ രാജ്യത്തെ ഗംഭീരമായൊരു വനമുണ്ട്. ആ വനഹൃദയത്തിൽ, വനത്തിൻ്റെ നടുവിൽ ജീവിക്കുന്ന ഒരു രാക്ഷസനാണ് രോമമുഷ്ടി. പഞ്ചായുധനും രോമമുഷ്ടിയും തമ്മിലുള്ള കഥയാണ് ഇന്ന് പറയാൻ പോകുന്ന കഥ. അപ്പോൾ ഇന്നത്തെ കഥ എന്താണ്?
രോമായുധൻ, രോമമുഷ്ടിയും പഞ്ചായുധൻ. അപ്പോൾ പഞ്ചായുധൻ ബ്രഹ്മദത്ത മഹാരാജാവിൻ്റെ ഈ രാജ്ഞിയുടെയും മകനായിട്ട് കാശിയിൽ ജനിച്ചു വളർന്നു. തക്ഷശിലയിൽ വിദ്യാഭ്യാസത്തിന് പോയി. ഗുരുകുലത്തിൽ താമസിച്ച് അദ്ദേഹം വിദ്യയൊക്കെ നേടി. വിദ്യ നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഗുരുവിന് അദ്ദേഹത്തിന് വലിയ കാര്യമായിരുന്നു. നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടി മാത്രമല്ല, ആ കുട്ടിക്ക് അങ്ങനെ തിരിച്ച് പോരുന്ന സമയത്ത് നല്ല ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് നല്ലൊരു സൽപ്പേരാണ് കിട്ടിയത്. അദ്ദേഹം അച്ഛൻ്റെ അടുത്ത് നിന്ന് നല്ല രാജാവായ ബ്രഹ്മദത്ത മഹാരാജാവ് നല്ലൊരു ഗുരുദക്ഷിണയൊക്കെ ഗുരുവിന് കൊടുത്തു. പോരുന്ന സമയത്ത് ഈ രാജകുമാരന് 5 ആയുധങ്ങൾ. അതാണ് പഞ്ചായുധങ്ങൾ. പഞ്ചായുധൻ എന്ന രാജകുമാരൻ നേടിയെടുത്തതാണ് ഈ 5 ആയുധങ്ങൾ. അദ്ദേഹത്തിന് ഗുരുവായിട്ട് നൽകിയത്. ആദ്യത്തെ ആയുധം അമ്പും വില്ലും. രണ്ടാമത്തെ അമ്പും വില്ലും ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കാനായിട്ട് ഉള്ള ഒരു ആയുധം. പിന്നെ രണ്ടാമത്തെ ആയുധം വളരെ ശക്തി ഉള്ള കൂർത്ത മുനയുള്ള ഒരു കുന്തം, അതാണ് കൊടുത്തത്. ആ കുന്തവും അദ്ദേഹം വളരെ ഗുരുവിൻ്റെ പ്രസാദമായി സ്വീകരിച്ചു. പിന്നീട് മൂന്നാമതായിട്ട് കൊടുത്ത ആയുധം ഒരു വാള്. എന്ന് പറഞ്ഞാൽ വളരെ നീളമുള്ള മൂർച്ചയുള്ളൊരു വാള്. നാലാമതായി കൊടുത്തതായിട്ട് വളരെ ഭാരം കൂടിയൊരു ഗദ. എങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് ഒരടിയങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലല്ല പകർന്ന് തരിപ്പണാവും. അങ്ങനെയാണ് ഈ 4 ആയുധങ്ങൾ. 5ാമത്തെ ആയുധം അതെന്താണെന്ന് നീ തന്നെ തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് ഗുരു ഒന്ന് മനസ്സിൽ കണ്ടു. ശിഷ്യൻ മനസ്സ് അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ പഞ്ചായുധങ്ങളും നേടിയെടുത്ത് പഞ്ചായുധനായിട്ട് പഞ്ചായുധപാണിയായിട്ട് അദ്ദേഹം തക്ഷശിലയിൽ നിന്നും മടങ്ങി. വരുന്ന വഴിക്ക് വനത്തിൻ്റെ വനാതിർത്തിയിൽ, രാജ്യത്തിനകത്തുള്ള വനാതിർത്തിയിലെത്തിയപ്പോൾ അദ്ദേഹം വനത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ പ്രജകളൊക്കെ ഓടി വന്നു പറഞ്ഞു. അപ്പോൾ രാജകുമാരനാണ് അകമ്പടിയോട് കൂടിയിട്ട് കുതിരക്കുളമ്പടി ശബ്ദം കേട്ടു രഥത്തിലൊക്കെ വരണം. പക്ഷെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, രഥമൊക്കെ ഇവിടെ നിർത്തിക്കോളൂ, നിങ്ങളൊക്കെ പൊക്കോളൂ, ഞാൻ പതുക്കെ അങ്ങ് വന്നോളാം, പറഞ്ഞാൽ മതി. അച്ഛനോട് പറഞ്ഞു, അച്ഛാ പൊക്കോളൂ കൊട്ടാരത്തിലേക്ക്, ഞാൻ വന്നേക്കാം. അല്ല കുമാര, തന്നെത്താനിപ്പോൾ വനത്തിലേക്ക് പോയാലോ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ലാന്ന്, ഞാൻ വനത്തിലേക്ക് പോകണം. അപ്പോഴേക്ക് ആ പരിസരത്തിലുള്ള ഗ്രാമീണരൊക്കെ ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ കുമാര അരുതട്ടോ, തന്നെത്താനെ അതിൻ്റെ എല്ലാ ആളെ കൂട്ടിയിട്ട് എല്ലാ വനത്തിലേക്ക് പ്രവേശിക്കുകയത്. എൻ്റെ അതെന്താ അങ്ങനെ പറയണം? ആ വനത്തിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു വലിയ ഗുഹയിലുണ്ട്. ആ ഗുഹയിൽ ഒരു രാക്ഷസൻ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് രോമമുഷ്ടി എന്നാണ് കേട്ടോ. ആ രോമമുഷ്ടി എന്ന് പറയുന്ന ആ രാക്ഷസൻ അതുവഴി പോകുന്ന മനുഷ്യരെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതാണ് അയാളുടെ ഭക്ഷണം. അതുകൊണ്ട് കുമാരൻ ആ വഴിക്കൊന്നും പോകല്ലേ, മാറിപ്പോകൂ, അച്ഛനോട് ഒരുമിച്ച് അങ്ങ് കൊട്ടാരത്തിലേക്ക് പോകൂ എന്നൊക്കെ പ്രജകൾ ഇങ്ങനെ വന്ന് പറയുകയും ചെയ്തു. കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, ഓഹോ അങ്ങനെയാണ് തൻ്റെ രാജ്യത്ത് വളരെ ശക്തനായൊരു രാക്ഷസൻ ഇങ്ങനെ പ്രജകളെ ഉപദ്രവിക്കേണ്ടത്, അത് ശരിയാവില്ലല്ലോ. താനിപ്പോൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വന്ന് യുവാവായിട്ട് വന്നേക്കുമല്ലോ, അച്ഛനെ പ്രായമായ അച്ഛനെയും ബുദ്ധിമുട്ടിക്കണ്ട. ഇനി രാജ്യം സംരക്ഷിക്കുന്ന ഒരു ചുമതല അത് ഞാനങ്ങോട്ട് നോക്കിക്കൊള്ളാം എന്ന് മനസ്സിൽ തീരുമാനിച്ച് വീണ്ടും പറഞ്ഞു, അച്ഛൻ പൊക്കോളൂ കേട്ടോ, ഞാൻ ഈ കാലത്തെ പോയിട്ട് രോമമുഷ്ടിയൊക്കെ കണ്ടിട്ട് വരാം, എന്താ സ്ഥിതി എന്നൊന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. വീണ്ടും പറഞ്ഞു, ഈ ചെറുപ്രായത്തിൽ രാക്ഷസൻ്റെ ഭക്ഷണമാവേണ്ട ആളല്ല കേട്ടോ രാജകുമാരൻ, അങ്ങോട്ട് പോകും കൊട്ടാരത്തിലേക്കെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുമാരനെ തടയാൻ ആർക്കും കഴിഞ്ഞില്ല. കുമാരൻ അദ്ദേഹം ഉൾവനത്തിലേക്ക് ഏകനായിട്ട് അങ്ങോട്ട് പോയി, താനെ പോയി. അതിൻ്റെ ആയുധങ്ങൾ മാത്രമുണ്ട്, 4 ആയുധങ്ങളും ഉണ്ട്, താനുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി, നടന്ന് കുറേ ദൂരം പോയി. ഈ രാക്ഷസൻ്റെ സ്ഥിതി എന്താണെന്നറിയാമോ? രാക്ഷസനാണെങ്കിൽ അയാളുടെ തല വലിയൊരു മത്തങ്ങ പോലെയുള്ള തലയാണേ. പിന്നെ കണ്ണുകൾ 2 തക്കാളിപ്പഴം പോലെ ചൊക്കച്ചക്കാന്നിരിക്കുന്ന 2 കണ്ണുകളാണുള്ളത്. പിന്നെ അയാൾക്ക് 2 ദംഷ്ട്രമുണ്ട്. ദംഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭാഗത്തുള്ള 2 കോമ്പല്ലുകൾ അങ്ങോട്ട് മൂർത്ത് പുറത്തേക്ക് വരും. അങ്ങനെയാണ് ദംഷ്ട്രം എന്നാണ് അതിന് പറയുക. അത് കഠാര പോലെ മൂർത്ത ദംഷ്ട്രങ്ങളുണ്ട്. കൂടാതെ കൊണ്ട് ദേഹം മുഴുവൻ രോമങ്ങൾ കൊണ്ട് നല്ല കെട്ടയ്ക്ക പോലെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടത്. മുഴുവൻ ഇടതൂർന്ന രോമങ്ങളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് മുഷ്ടിയിൽ വരെയുണ്ട്. അതുകൊണ്ട് രോമമുഷ്ടി എന്നുള്ള പേരും ഉണ്ട് അദ്ദേഹത്തിന്. കണ്ട വഴിക്ക് രാജകുമാരൻ ഇങ്ങനെ
പഞ്ചായുധൻ വനത്തിലൂടെ കുറേ ദൂരം അങ്ങോട്ട് നടന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കേട്ടു, ശബ്ദം കേട്ടു ഈ രാക്ഷസൻ്റെ രോമമുഷ്ടിയുടെ, നീ ഇന്ന് എൻ്റെ ഭക്ഷണമാണ്. ഹാ, ഞാൻ കാത്തിരിക്കാൻ കുറേ ദിവസമായി. ഞാൻ പല മൃഗങ്ങളെയും, മാനിനെയും മുയലിനെയും ഒക്കെ പശുക്കളെയും ഒക്കെയാണ് പിടിച്ച് തിന്നത്. എനിക്ക് ആ ഭക്ഷണം ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല, എനിക്കിഷ്ടം തന്നെ. എന്നാലും മനുഷ്യമാംസത്തിൻ്റെ രുചി ഈ മൃഗങ്ങളുടെ മാംസത്തിനില്ല. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ മനുഷ്യമാംസം രുചിച്ചിട്ട്. ഇന്ന് ഏതായാലും നീയാണ് എൻ്റെ ആഹാരം. നല്ല യുവാവല്ലേ നീയേ, നല്ല കൊഴുക്കടിച്ചിരിക്കല്ലടാ, എന്നെ ഞാനിപ്പോൾ സാപ്പിടും എന്ന്. അപ്പോൾ ഉടൻ തന്നെ ഈ കുമാരൻ പറഞ്ഞു, നിനക്ക് തെറ്റ് പറ്റി മോൻ രാക്ഷസ. നിനക്ക് മനുഷ്യമാംസം നീ ഇനി ഒരു കാലത്തും തിന്നാൻ പോണില്ല. ഞാൻ നിന്നെ കൊല്ലാനാ പോണം, ഞാൻ നിൻ്റെ ജന്മം കൂടെ അവസാനിപ്പിക്കാനാ പോണേന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അത് ശരിയാവില്ലല്ലോ. ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നീ ഇനി മനുഷ്യമാംസവും തിന്നില്ല, മൃഗമാംസവും തിന്നില്ല, ഒന്നും തിന്നില്ല. ഞാൻ എൻ്റെ ജന്മം അവസാനിപ്പിക്കാൻ പോകും, അതിനാണ് ഞാനിപ്പോൾ ഇതിലേ വന്നത് എന്ന് പറഞ്ഞ് അതിനകത്തൊന്ന് കാണട്ടെ, നീ എങ്ങനെ കൊല്ലും ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനിപ്പം നിൻ്റെ നേരെ അമ്പും വില്ലും ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ പോവാണ്. അമ്പും വില്ലും ഉപയോഗിച്ചിട്ട് അത് ഞാൻ വിഷം പുരട്ടിയ അമ്പ് വില്ലെടുത്ത് കൊലയ്ക്കാൻ പോവാന്നുള്ളത്. ഓ, അത്രേ ഉള്ളൂ. അതല്ലേ എൻ്റെ ശരീരത്തിൽ കൊണ്ട് തുളഞ്ഞ് കയറിയാലല്ലേ ഞാൻ മരിക്കുള്ളൂ. അത്രയേ ഉള്ളൂ. അതപ്പോൾ കാണിച്ചു തരാം നീ മരിക്കില്ലേ എന്നൊന്ന് പറഞ്ഞ് കുമാരൻ വിഷം പുരട്ടിയ ഒരമ്പെടുത്തങ്ങടെ വില്ലെടുത്തിട്ട് അങ്ങടെ രാക്ഷസൻ്റെ രോമത്തിൽ തട്ടി അമ്പകത്തേക്ക് കയറിയില്ല, ശരീരത്തിൽ കൊണ്ടില്ല, രോമത്തിൽ തട്ടി തെറിച്ചു പോയി. അയ്യോ, രാക്ഷസൻ പറഞ്ഞോണം തന്നെ തൻ്റെ അമ്മ അങ്ങോട്ട് കൊണ്ടില്ലല്ലോ. വിഷം പുരട്ടിയിട്ടൊക്കെ എന്താ കാര്യം, അത് ശരീരത്തിൽ കയറണ്ടേ, നല്ല മരിക്കുള്ളൂ, വിഷമിക്കുള്ളൂ. പക്ഷേ ഒട്ടും മടിച്ചില്ല. പഞ്ചായുധൻ രാജകുമാരൻ എന്ത് ചെയ്തു, അടുത്ത അമ്പെടുത്തു അയച്ചു, വീണ്ടും അതും അതുപോലെ തന്നെ തിരിച്ചു വന്നു, പിന്നെ എടുത്തു അതും അയച്ചു, പിന്നെ എടുത്തു അതും അയച്ചു. അങ്ങനെ 50 അമ്പുകൾ രാക്ഷസന് നേരെ പഞ്ചായുധൻ പ്രയോഗിച്ചു. ഒരു ഫലം ഉണ്ടായില്ലെന്നേ. ഒരൊറ്റ അമ്പ് രാക്ഷസൻ്റെ ദേഹത്ത് തറച്ചില്ല, രാക്ഷസന് ഒരു ക്ഷീണോട്ട് ബാധിച്ചില്ല. അയ്യോ, രാക്ഷസനങ്ങോട്ട് ഉറക്കനെ കൂട്ടിച്ചിരിക്കാൻ തുടങ്ങി. എവിടെ കഴിഞ്ഞ നിൻ്റെ ആവനാഴിയിൽ അമ്പൊക്കെ കഴിഞ്ഞോ എന്ന് വെച്ച് പരിഹസിച്ചു. അപ്പോൾ ഉടൻ തന്നെ രാജകുമാരൻ എന്ത് ചെയ്തു, തൻ്റെ കയ്യിലല്ലേ മൂർച്ചയുള്ള കുന്തരിക്കണേ, വേഗം ആ മൂർച്ചയുള്ള കുന്തം എടുത്ത് കുറേ കണ്ട പുറകോട്ട് മാറി ഓടി ചെന്ന താനൊരൊറ്റ ഇറങ്ങി കുന്തം കയറാണ്ടിരിക്കുന്നു. കുന്തം എന്തായാലും നെഞ്ച് തുളച്ച് കീറി ഉറപ്പിച്ചു. പക്ഷേ കയറിയില്ല, രാക്ഷസൻ്റെ രോമത്തിൽ തട്ടി തെറിച്ചു പോയി. രാജകുമാരൻ നിരാശപ്പെട്ടില്ല, വീണ്ടും നോക്കിയപ്പോൾ വലിയൊരു വാള് കിട്ടിയിട്ടുണ്ട് ഗുരുവിൻ്റെ അടുത്ത്. നല്ല മൂർച്ചയുള്ള വാളാണ്, നല്ല മൂർച്ചയുള്ള വാളെടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കാം എന്ന് കരുതി വാളങ്ങോട്ട് എടുത്തു. വാളുറയിൽ നിന്നെടുത്ത് രാക്ഷസന് നേരെ പഞ്ചായുധൻ എന്ന രാജകുമാരൻ ആഞ്ഞു വീശി, ചാട്ടി വീശി, കഴുത്ത് തന്നെ പോട്ടെ, നല്ല വിരലുള്ള ആളല്ലേ രാക്ഷസൻ, പറന്ന് വെട്ടി. പക്ഷെ എന്തത്, ഒരു കാര്യം ഉണ്ടായില്ല. നീ ആ വാള് രാക്ഷസൻ്റെ ശരീരത്തിൽ തട്ടി തെറിച്ചു പോയി. അപ്പോൾ രാക്ഷസൻ പരിഹസിച്ച് ചിരിക്കുക. ഇനിയുണ്ടെന്നുണ്ടെങ്കിൽ ആയുധം വല്ലതും കേക്കട്ടെ കാണട്ടെ, പ്രയോഗിക്കട്ടെ നേരെ, എന്നിട്ട് എന്നെ അങ്ങോട്ട് കൊല്ലുന്നേ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. ഉടൻ തന്നെ രാജകുമാരൻ പഞ്ചായുധൻ എന്തു ചെയ്തു, തൻ്റെ കയ്യിൽ ഗതയിരിക്കണില്ലേ, എണ്ണം കൂടി ഉണ്ടല്ലോ, ആ ഗത അങ്ങോട്ട് ഗത എടുത്തിട്ട് നെച്ചോടത്തി ഒറ്റ രാക്ഷസൻ്റെ നെഞ്ചും കൂടി ഇതിൽ കവരും എന്ന് വിചാരിച്ചു. ഉറപ്പിച്ചിട്ട് ആഞ്ഞു വീശു. പക്ഷെ ഒന്നും സംഭവിച്ചു, രാക്ഷസൻ്റെ നെഞ്ചും കൂടെ ഒന്നും തകർന്നില്ല. രോമത്തിൽ തട്ടി, രോമദൃഷ്ടിയാണത്. ആ രോമദൃഷ്ടിയുടെ രോമമുഷ്ടിയുടെ രോമദൃഷ്ടിയല്ല രോമമുഷ്ടിയുടെ
ശരീരത്തിലെ രോമത്തിൽ തട്ടി പഞ്ചായുധൻ്റെ 5 ആയുധങ്ങൾ നിഷ്ഫലമായി. അത് കഴിഞ്ഞപ്പോൾ രാക്ഷസനാണെങ്കിൽ അങ്ങോട്ട് പരിഹസിച്ച് അട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ രാജകുമാരൻ ആലോചിച്ചു, 4 ആയുധങ്ങൾ തനിക്ക് തന്നു, പിന്നെ ഒരായുധം തന്നത് അതെൻ്റെ കയ്യിലുണ്ടല്ലോ, അത് തന്നെ ഇനി പ്രയോഗിക്കാം. ഇനി തൻ്റെ ശരീരമാണ് ആയുധം 5-മത്തേത്. അപ്പം ശരീരം കൊണ്ട് ഇനി ആയുധങ്ങളൊന്നുമില്ലാതെ രോമമുഷ്ടിയുമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്താം, ദ്വന്ദ്വയുദ്ധം നടത്താം. ആയുധങ്ങളിലല്ല, അടി ഇടി കടി മാന്ത് പറി കുന്തിയിടല് അങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങൾ, ആയുധങ്ങളില്ലാത്ത യുദ്ധം ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഈ കഥയുടെ 1-മത്തെ ഭാഗമാണ് കേട്ടോ ഞാൻ ഇന്ന് പറഞ്ഞത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.